നെക്സ്റ്റ് ഡിവിസിബിലിറ്റി എയും ബിയും ഏതെങ്കിലും രണ്ട് ഇൻറ്റിജേഴ്സ് വിത്ത് ബി നോട്ട് ഈക്വൽ ടു 0. ദെൻ ഇൻറ്റിജർ ബി ഇൻറ്റിജർ എയുടെ ഒരു ഡിവൈസർ അതല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയണമെങ്കിൽ ഇഫ് ദെയർ എക്സിസ്റ്റ് അനദർ ഇൻറ്റിജർ സി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി സി. അതായത് ഇൻറ്റിജർ എനെ ബിയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ബിയിനെ എയുടെ ഒരു ഡിവൈസർ അതല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയും. ഇവിടെ ഇൻറ്റിജർ സി എയിൽ നിന്നും ബിയിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ സി ഈക്വൽ ടു എ ആയിരിക്കാം, അതല്ലെങ്കിൽ സി ഈക്വൽ ടു ബി ആയിരിക്കാം. അതിലൊന്നും ഇവിടെ പ്രോബ്ലമില്ല. സി എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എനെ ഇൻറ്റിജർ ബിയുടെ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ബി എന്നുള്ളത് ഇൻറ്റിജർ എയുടെ ഒരു ഡിവൈസർ അതല്ലെങ്കിൽ ഫാക്ടർ ആയിരിക്കും. ദെൻ ബി എയുടെ ഒരു ഡിവൈസർ ആണെങ്കിൽ എ ഈസ് ഡിവിസിബിൾ ബൈ ബി ഓർ എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്ന് പറയും. റിമാർക്ക് 1-ൽ പറയുന്നത് ഏതൊരു ഇൻറ്റിജർ ബി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എ ഈക്വൽ ടു 0 സി ഈക്വൽ ടു 0 ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ 0 ഈക്വൽ ടു ബി ഇൻറ്റു 0 ആയതുകൊണ്ട് എല്ലാ ഇൻറ്റിജേഴ്സും 0യുടെ ഡിവൈസേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു ഇൻറ്റിജർ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്ലസ് ഓർ മൈനസ് 1ഉം പ്ലസ് ഓർ മൈനസ് എയും എയുടെ ഡിവൈസേഴ്സ് ആയിരിക്കും. കാരണം 1 എയുടെ ഒരു ഡിവൈസർ ആവാനുള്ള കണ്ടീഷൻ എ ഈക്വൽ ടു 1 ഇൻറ്റു സം ഇൻറ്റിജർ ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കണം. എ ഈക്വൽ ടു 1 ഇൻറ്റു എ ആയതുകൊണ്ട് 1 എയുടെ ഒരു ഡിവൈസർ ആയിരിക്കും. അതുപോലെ തന്നെ -1 എയുടെ ഡിവൈസർ ആവാനുള്ള കണ്ടീഷൻ എ ഈക്വൽ ടു -1 ഇൻറ്റു സം ഇൻറ്റിജർ ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കണം. എ ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് എ ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ എ ഈക്വൽ ടു -1 ഇൻറ്റു -a ആയതുകൊണ്ട് -1 ഈസ് എ ഡിവൈസർ ഓഫ് എ. അതുപോലെ തന്നെ എ എന്നുള്ളത് എയുടെ ഒരു ഡിവൈസർ ആവാനുള്ള കണ്ടീഷൻ എനെ എയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കണം. എ ഈക്വൽ ടു എ ഇൻറ്റു 1 ആയതുകൊണ്ട് എ ഈസ് എ ഡിവൈസർ ഓഫ് എ. അതുപോലെ തന്നെ -a എയുടെ ഒരു ഡിവൈസർ ആവാനുള്ള കണ്ടീഷൻ എ ഈക്വൽ ടു -a ഇൻറ്റു സം ഇൻറ്റിജർ ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കണം. എ ഈക്വൽ ടു -a ഇൻറ്റു -1 ആയതുകൊണ്ട് -a ഈസ് എ ഡിവൈസർ ഓഫ് എ. സോ ഏതൊരു ഇൻറ്റിജർ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്ലസ് ഓർ -1ഉം അതുപോലെ തന്നെ പ്ലസ് ഓർ എയും എയുടെ ഡിവൈസേഴ്സ് ആയിരിക്കും. ദെൻ റിമാർക്ക് 2-ൽ ആദ്യം പറയുന്നത് ബി എയുടെ ഒരു ഡിവൈസർ ആണെങ്കിൽ ബി -എയുടെയും ഒരു ഡിവൈസർ ആയിരിക്കും എന്നാണ്. ബി എയുടെ ഒരു ഡിവൈസർ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ദെയർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ സി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി സി. ദെൻ ബി -എയുടെ ഒരു ഡിവൈസർ ആവാനുള്ള കണ്ടീഷൻ -എനെ ബിയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കണം. സി ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് -സിയും ഒരു ഇൻറ്റിജർ ആയിരിക്കും. എ ഈക്വൽ ടു ബി സി ആയതുകൊണ്ട് -a ഈക്വൽ ടു ബി ഇൻറ്റു -c. അതിൽ നിന്നും ബി ഈസ് എ ഡിവൈസർ ഓഫ് -a. ദെൻ ഈ റിമാർക്കിൽ പിന്നീട് പറയുന്നത് ബി എന്നുള്ളത് എയുടെ ഒരു ഡിവൈസർ ആണെങ്കിൽ -bയും എയുടെ ഒരു ഡിവൈസർ ആയിരിക്കും എന്നാണ്. ബി എയുടെ ഒരു ഡിവൈസർ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ദെയർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ സി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി സി. ദെൻ -b എയുടെ ഡിവൈസർ ആവാനുള്ള കണ്ടീഷൻ എനെ -bയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കണം. സി ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് -cയും ഒരു ഇൻറ്റിജർ ആയിരിക്കും. എ ഈക്വൽ ടു ബി സി ആയതുകൊണ്ട് എ ഈക്വൽ ടു -b ഇൻറ്റു -c. അതിൽ നിന്നും -b ഈസ് എ ഡിവൈസർ ഓഫ് എ. ഈ റിമാർക്കിൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറയുന്നത് ബി എയുടെ ഒരു ഡിവൈസർ ആണെങ്കിൽ ബി -എയുടെയും ഒരു ഡിവൈസർ ആയിരിക്കും എന്നാണ്. അതിൽ നിന്നും എക്കും -എക്കും സെയിം ഡിവൈസേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ബി എയുടെ ഒരു ഡിവൈസർ ആണെങ്കിൽ -bയും എയുടെ ഒരു ഡിവൈസർ ആയിരിക്കും എന്നാണ്. ബിയുടെയും -bയുടെയും അബ്സല്യൂട്ട് വാല്യൂ അതായത് മോഡുലസ് വാല്യൂ സെയിം ആയതുകൊണ്ട് ഏതൊരു ഇൻറ്റിജർ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻറ്റിജറിൻ്റെ ഡിവൈസേഴ്സ് പേഴ്സ് ആയിട്ടായിരിക്കും ഒക്കർ ചെയ്യുക. ഓരോ പേരിലുമുള്ള ഇൻറ്റിജേഴ്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ സെയിം ആയിരിക്കും. സോ ഈ ഒരു റിസൾട്ടിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഒരു ഇൻറ്റിജറിൻ്റെ ഡിവൈസേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡിവൈസേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ദെൻ റിമാർക്ക് 3-ൽ പറയുന്നത് എ എന്നുള്ളത് ബിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ കാര്യം നമ്മൾ സിംബോളിക്കലി ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് എ ഈക്വൽ ടു എം ഓഫ് ബി. അതുപോലെ തന്നെ എ എന്നുള്ളത് ബിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ബി ഡിവൈഡ്സ് എ ആയിരിക്കും. ആ ഒരു കാര്യം സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ് ബി ഡിവൈഡ്സ് എ. അതുപോലെ തന്നെ ബി എന്നുള്ളത് എയുടെ ഒരു ഡിവൈസർ അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 എന്നുള്ളത് 20യുടെ ഒരു ഡിവൈസറാണ്. അതായത് 20 എന്നുള്ളത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ആ കാര്യം നമുക്ക് രണ്ട് തരത്തിൽ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. 20 ഈക്വൽ ടു എം ഓഫ് 5 അതല്ലെങ്കിൽ 5 ഡിവൈഡ്സ് 20. അതുപോലെ തന്നെ 45 9ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അതല്ലെങ്കിൽ 9 45ൻ്റെ ഒരു ഫാക്ടറാണ്. ആ കാര്യം നമുക്കിതുപോലെ ഡിനോട്ട് ചെയ്യാം. 45 ഈക്വൽ ടു എം ഓഫ് 9 അതല്ലെങ്കിൽ 9 ഡിവൈഡ്സ് 45. അതുപോലെ തന്നെ 2 5ൻ്റെ ഒരു ഡിവൈസർ അല്ലാത്തതുകൊണ്ട് ആ കാര്യം നമുക്കിതുപോലെ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. 2 ഡസ് നോട്ട് ഡിവൈഡ്സ് 5.
നെക്സ്റ്റ് ഒരു തിയറമാണ്. ഫോർ എനി ഇൻറ്റിജേഴ്സ് എ ബി സി ആൻഡ് ഡി ദി ഫോളോയിങ് ഹോൾഡ്. ഫസ്റ്റ് വൺ, എ ഡിവൈഡ്സ് 0, 1 divides a divides a. Second one, a divides 1 if and only if a equal to plus or minus 1. Third one, if a divides b and c divides d, then ac divides bd. Fourth one, if a divides b and b divides c, then a divides c. Fifth one, a divides b and b divides a if and only if a equal to plus or minus b. Sixth one, if a divides b and b not equal to 0, then modulus of a less than or equal to modulus of b. Seventh one, if a divides b and a divides c, then a divides bx plus cy for arbitrary integers x and y. ഈ റിസൾട്ടുകളെല്ലാം എല്ലാ ഇൻറ്റിജേഴ്സിനും ഹോൾഡ് ചെയ്യും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആദ്യത്തെ പാർട്ടിൽ വെരിഫൈ ചെയ്യേണ്ടത് ഫോർ എനി ഇൻറ്റിജർ എ ഡിവൈഡ്സ് 0, 1 ഡിവൈഡ്സ് എ ആൻഡ് എ ഡിവൈഡ്സ് എ. 3 കാര്യങ്ങളാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. എ ഡിവൈഡ്സ് 0 എന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ 0നെ എയുടെ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കണം. ഈ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 0 ഈക്വൽ ടു എ ഇൻറ്റു 0 ആയതുകൊണ്ട് എ ഈസ് എ ഡിവൈസർ ഓഫ് 0, അതായത് ഫോർ എനി ഇൻറ്റിജർ എ ഡിവൈഡ്സ് 0. ഇനി നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് 1 ഡിവൈഡ്സ് എ എന്നും അതുപോലെ തന്നെ എ ഡിവൈഡ്സ് എ എന്നുമാണ്. 1 ഡിവൈഡ്സ് എ ആവണമെങ്കിൽ എനെ 1ൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കണം. എ ഈക്വൽ ടു 1 ഇൻറ്റു എ ആയതുകൊണ്ട് 1 ഡിവൈഡ്സ് എ. അതുപോലെ തന്നെ എ ഈക്വൽ ടു എ ഇൻറ്റു 1 ആയതുകൊണ്ട് എ ഡിവൈഡ്സ് എ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് എ ഡിവൈഡ്സ് 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് എ ഡിവൈഡ്സ് 1 ആണെങ്കിൽ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണെന്നും അതുപോലെ തന്നെ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണെങ്കിൽ എ ഡിവൈഡ്സ് 1 എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആദ്യം അസ്യൂം ചെയ്യുക ഫോർ എനി ഇൻറ്റിജർ എ ഡിവൈഡ്സ് 1. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. എ ഡിവൈഡ്സ് 1 ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ ബി സച്ച് ദാറ്റ് 1 ഈക്വൽ ടു എ ഇൻറ്റു ബി. ദെൻ എയും ബിയും ഇൻറ്റിജേഴ്സും എ ബി ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്ക് 2 ചോയ്സ് മാത്രമാണ് ഉള്ളത് എക്കും ബിക്കും. ഒന്നുകിൽ എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 1, അതല്ലെങ്കിൽ എ ഈക്വൽ ടു -1 ആൻഡ് ബി ഈക്വൽ ടു -1. ഇതല്ലാതെ എ ബി ഈക്വൽ ടു 1 വരുന്ന വിധത്തിൽ 2 ഇൻറ്റിജേഴ്സ് എയും ബിയും നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല. ഇതിൽ നിന്നും എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. കോൺവേഴ്സ്ലി ലെറ്റ് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എ ഡിവൈഡ്സ് 1 എന്നാണ്. എ ഈക്വൽ ടു 1 ആണെങ്കിൽ 1 ഈക്വൽ ടു എ ഇൻറ്റു 1 ആയതുകൊണ്ട് എ ഡിവൈഡ്സ് 1. അതുപോലെ തന്നെ എ ഈക്വൽ ടു -1 ആകുമ്പോൾ 1 ഈക്വൽ ടു എ ഇൻറ്റു -1 ആയതുകൊണ്ട് എ ഡിവൈഡ്സ് 1. സോ ഏത് കേസിലായാലും എ ഡിവൈഡ്സ് 1. സോ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന അസ്യൂം ചെയ്തപ്പോൾ എ ഡിവൈഡ്സ് 1 എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നു. അതായിരുന്നു നമുക്ക് ബി പാർട്ടിൻ്റെ കോൺവേഴ്സ് പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ സി പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് സി ഡിവൈഡ്സ് ഡി, ദെൻ എ സി ഡിവൈഡ്സ് ബി ഡി. അതായത് ബിയുടെ ഒരു ഡിവൈസറാണ് എ, അതുപോലെ തന്നെ ഡിയുടെ ഒരു ഡിവൈസറാണ് സി എന്നുണ്ടെങ്കിൽ ബി ഡിയുടെ ഒരു ഡിവൈസറായിരിക്കും എ സി. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. ബിയുടെ ഒരു ഡിവൈസറാണ് എ എന്നുള്ളതിൽ നിന്നും ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ ആർ സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ ആർ. അതുപോലെ തന്നെ ഡിയുടെ ഒരു ഡിവൈസറാണ് സി എന്നുള്ളതിൽ നിന്നും ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ എസ് സച്ച് ദാറ്റ് ഡി ഈക്വൽ ടു സി എസ്. നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് എ സി ഈസ് എ ഡിവൈസർ ഓഫ് ബി ഡി. അത് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി ബി ഡിനെ എ സിയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കണം. ബി ഈക്വൽ ടു എ ആർ അതുപോലെ തന്നെ ഡി ഈക്വൽ ടു സി എസ് ആയതുകൊണ്ട് അവയുടെ പ്രൊഡക്റ്റ് ബി ഡി ഈക്വൽ ടു എ ആർ ഇൻറ്റു സി എസ്. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എ സി ഇൻറ്റു ആർ എസ്. ആറും എസും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് അവയുടെ പ്രൊഡക്റ്റ് ആർ എസ് ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ ബി ഡിനെ എ സിയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതുവാൻ സാധിച്ചു. അതിൽ നിന്നും എ സി ഡിവൈഡ്സ് ബി ഡി. ദെൻ ഡി പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി, ദെൻ എ ഡിവൈഡ്സ് സി. അതായത് ബിയുടെ ഒരു ഡിവൈസറാണ് എ, സിയുടെ ഒരു ഡിവൈസറാണ് ബി എന്നുണ്ടെങ്കിൽ സിയുടെ ഒരു ഡിവൈസറായിരിക്കും എ. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. ബിയുടെ ഒരു ഡിവൈസറാണ് എ എന്നുള്ളതിൽ നിന്നും ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ ആർ സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ ആർ. അതുപോലെ തന്നെ സിയുടെ ഒരു ഡിവൈസറാണ് ബി എന്നുള്ളതിൽ നിന്നും ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ എസ് സച്ച് ദാറ്റ് സി ഈക്വൽ ടു ബി എസ്. ദെൻ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് സിയുടെ ഒരു ഡിവൈസറാണ് എ എന്നുള്ളതാണ്. അതിനുവേണ്ടി സിനെ എയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കണം. സി ഈക്വൽ ടു ബി എസ് ആയതുകൊണ്ട് അതിൽ ബിക്ക് പകരം എ ആർ എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ സി ഈക്വൽ ടു എ ആർ ഇൻറ്റു എസ്. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വിച്ച് സി ഈക്വൽ ടു എ ഇൻറ്റു ആർ എസ്. ആറും എസും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ആർ എസ് ഒരു ഇൻറ്റിജർ ആയിരിക്കും, അതായത് അവയുടെ പ്രൊഡക്റ്റ് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതിൽ നിന്നും സിനെ എയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതുവാൻ സാധിച്ചു. അതിൽ നിന്നും എ ഡിവൈഡ്സ് സി.
ദെൻ ഈ പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി. അതായത് എ ബിയുടെ ഒരു ഡിവൈസറും ബി എയുടെ ഒരു ഡിവൈസറും ആണെങ്കിൽ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ആണെന്നും എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ആണെങ്കിൽ എ ബിയുടെ ഒരു ഡിവൈസറും ബി എയുടെ ഒരു ഡിവൈസർ ആയിരിക്കും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ആദ്യം അസ്യൂം ചെയ്യുക എ ഈസ് എ ഡിവൈസർ ഓഫ് ബി ആൻഡ് ബി ഈസ് എ ഡിവൈസർ ഓഫ് എ. നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി എന്നാണ്. എ ബിയുടെ ഒരു ഡിവൈസർ ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ദെയർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ ആർ സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ ആർ. അതുപോലെ തന്നെ എയുടെ ഒരു ഡിവൈസറാണ് ബി എന്നുള്ളതിൽ നിന്നും ദെയർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ എസ് സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി എസ്. ദെൻ ബി ഈക്വൽ ടു എ ആറും എ ഈക്വൽ ടു ബി എസും ആയതുകൊണ്ട് ബി ഈക്വൽ ടു എ ആർ എന്നുള്ളതിൽ എക്ക് പകരം ബി എസ് എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ബി ഈക്വൽ ടു ബി എസ് ഇൻറ്റു ആർ, അതായത് ബി ഇൻറ്റു ആർ എസ്. സോ ബി ഈക്വൽ ടു ബി ഇൻറ്റു ആർ എസ്. അതിൽ നിന്നും ആർ എസ് ഈക്വൽ ടു 1. ആർ എസ് ഈക്വൽ ടു 1 ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആറും എസും 1 ആയിരിക്കണം, അതല്ലെങ്കിൽ ആറും എസും -1 ആയിരിക്കണം. ആറും എസും 1 ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. അതുപോലെ തന്നെ ആറും എസും -1 ആണെങ്കിൽ എ ഈക്വൽ ടു മൈനസ് ബി ആയിരിക്കണം. സോ ഏത് കേസിലായാലും എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി. അതുപോലെ തന്നെ കോൺവേഴ്സ്ലി ലെറ്റ് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ഇൻറ്റു 1 ആണ്, അതിൽ നിന്നും ബി ഡിവൈഡ്സ് എ. അതുപോലെ തന്നെ ബി ഈക്വൽ ടു എ ഇൻറ്റു 1 ആയതുകൊണ്ട് എ ഡിവൈഡ്സ് ബി. എ ഈക്വൽ ടു മൈനസ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ഇൻറ്റു -1 ആയതുകൊണ്ട് ബി ഡിവൈഡ്സ് എ. അതുപോലെ തന്നെ ബി ഈക്വൽ ടു എ ഇൻറ്റു -1 ആയതുകൊണ്ട് എ ഡിവൈഡ്സ് ബി. സോ ഏത് കേസിലായാലും എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ആണെങ്കിൽ ബി ഡിവൈഡ്സ് എ ആൻഡ് എ ഡിവൈഡ്സ് ബി. അതാണ് നമുക്ക് ഈ പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ സിക്സ്ത് പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0 ദെൻ മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. സോ ലെറ്റ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. ബിയുടെ ഒരു ഫാക്ടറാണ് എ എന്നുള്ളതിൽ നിന്നും ബൈ ഡെഫിനിഷൻ ദെയർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ ആർ സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ ആർ. ബി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആറും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ബി ഈക്വൽ ടു എ ആർ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ആർ. ആർ നോട്ട് ഈക്വൽ ടു 0യും ആർ ഒരു ഇൻറ്റിജറും ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ആർ. അതിൽ മോഡുലസ് ഓഫ് ആർ എന്നുള്ള ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ആർ എന്നുള്ള ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ആയിരിക്കും. അതായത് മോഡുലസ് ഓഫ് ബി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ. അതാണ് നമുക്ക് സിക്സ്ത് പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് ബി എക്സ് പ്ലസ് സി വൈ ഫോർ എനി ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അതായത് ബിയുടെയും സിയുടെയും ഒരു ഡിവൈസറാണ് എ എന്നുണ്ടെങ്കിൽ ഫോർ എനി ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ ബി എക്സ് പ്ലസ് സി വൈയുടെയും ഒരു ഡിവൈസറായിരിക്കും എ. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. എ ഡിവൈഡ്സ് ബി ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ദെയർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ ആർ സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ ആർ. അതുപോലെ തന്നെ എ ഡിവൈഡ്സ് സി ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ദെയർ എക്സിസ്റ്റ് സം ഇൻറ്റിജർ എസ് സച്ച് ദാറ്റ് സി ഈക്വൽ ടു എ എസ്. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ബി എക്സ് പ്ലസ് സി വൈയുടെ ഒരു ഡിവൈസർ ആയിരിക്കും എ എന്നാണ് ഫോർ എനി ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ. സോ എക്സും വൈയും ആർബിട്രറി ആയിട്ടുള്ള ഏതെങ്കിലും ഇൻറ്റിജേഴ്സ് ആണെന്ന് വിചാരിക്കുക. ബി ഈക്വൽ ടു എ ആറും അതുപോലെ തന്നെ സി ഈക്വൽ ടു എ എസും ആയതുകൊണ്ട് ബി എക്സ് പ്ലസ് സി വൈ ഈക്വൽ ടു എ ഇൻറ്റു ആർ എക്സ് പ്ലസ് എ ഇൻറ്റു എസ് വൈ. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എ ഇൻറ്റു ആർ എക്സ് പ്ലസ് എസ് വൈ എന്ന് നമുക്ക് കിട്ടും. ആറും എക്സും എസും വൈയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ആർ എക്സ് പ്ലസ് എസ് വൈ ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ ബി എക്സ് പ്ലസ് സി വൈ ഈക്വൽ ടു എ ഇൻറ്റു സം ഇൻറ്റിജർ. അതിൽ നിന്നും എ ഇസ് എ ഡിവൈസർ ഓഫ് ബി എക്സ് പ്ലസ് സി വൈ, അതായത് എ ഡിവൈഡ്സ് ബി എക്സ് പ്ലസ് സി വൈ. അതാണ് നമുക്ക് ഈ പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ റിമാർക്ക് 4ൽ പറയുന്നത് എബവ് തിയറത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ വെരിഫൈ ചെയ്ത റിസൾട്ട്, അത് 2 ടേംസിന് വേണ്ടിയിട്ടായിരുന്നു ആ റിസൾട്ട് നമ്മൾ അവിടെ വെരിഫൈ ചെയ്തത്. ആ റിസൾട്ടിനെ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് മോർ ദാൻ 2 ടേംസിൻ്റെ കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ്. ദാറ്റ് ഈസ് ഇഫ് എ ഡിവൈഡ്സ് ബി കെ ഫോർ ഓൾ കെ ഈക്വൽ ടു 1 2 3 അപ് ടു n then a divides b1 x1 plus b2 x2 plus etc plus bn xn for all integers x1 x2 etc xn. അതായത് b1 b2 etc bn ഇവയുടെ എല്ലാം ഒരു കോമൺ ഫാക്ടറാണ് a എന്നുണ്ടെങ്കിൽ ഫോർ എനി ഇൻറ്റിജേഴ്സ് x1 x2 etc xn b1 x1 plus b2 x2 plus etc plus bn xn എന്നുള്ള ഇൻറ്റിജറിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും a. ഇതാണ് ഈ റിമാർക്കിൽ പറയുന്നത്.